അപ്പൊ ഹായ് ഗൈസ്, അപ്പൊ മല്ലുനോക്കോട്ട് അടുത്ത വീഡിയോ നമ്മ രണ്ടുപേരും കൂടി ഇത് തിരിച്ചൊന്നിച്ചെങ്ങനെയാണ്. എടാ 2020 വെട്ടിക്കുന്ന സ്റ്റാർ നമ്മുടെ വെൽട്ടർ വെയിറ്റിനെ പറ്റി ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കംസത്ത് DDP പ്രസ് കോൺഫറൻസ് സൈക്കോളജിക്കൽ ഷോർട്ട് മൂവി ലെവൽ സാധനം ഇറക്കുന്ന ഇത്. കാരണം പ്രസ് കോൺഫറൻസിന് ഇൻട്രസ്റ്റഡ് ആണ് ഞങ്ങൾ ഫൈറ്റിനേക്കാളും. നമ്മുടെ കോ ഹോസ്റ്റ് ഗിൽസൺ പറയണത് നടുവിന് വയ്യാണ്ടോണ്ടാണ് അത്ര മൊളസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇന്ന് ഞങ്ങൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 25 കൊല്ലത്തിനുള്ളിൽ ഗ്രേറ്റസ്റ്റ് ഡിവിഷൻ ഇൻ UFC ഹിസ്റ്ററിനെ പറ്റി പറയാനാണ്. അപ്പൊ 2020 സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണുക, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്ത് MMA എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റും. അപ്പൊ മോസ്റ്റ് സ്റ്റാക്ഡ് ഡിവിഷൻ ഇൻ UFC ഹിസ്റ്ററി എന്താ പറയാനുള്ള? അപ്പൊ ദിലീപും മമ്മൂട്ടിയും മോഹൻലാലൊക്കെ ആരാണ്? ദിലീപ് മമ്മൂട്ടി ഒന്നല്ലടാ. ഇസ്ലാമിന് പകരം മോഹൻലാൽ പറയും ഇസ്ലാം. ഉസ്മാന് പകരം ആരാണ്? ഉസ്മാന് പകരം ആരെ കൊടുക്കാൻ പറ്റും? സുരേഷ് ഗോപി. മമ്മൂട്ടി. ഞാൻ പറഞ്ഞേക്ക് ജയറാമിന് പകരം ബലാലി. കാരണം ഇപ്പൊ സിറ്റുവേഷൻ ഒക്കെ സെയിം ആണ് അവരുടെ. അപ്പൊ അങ്ങനെ നമുക്ക് കൊടുക്കാൻ കുറെ. പിന്നെ സുരേഷ് ഗോപി ആരെ കൊടുക്കും? ഷൗക്കത്താ. ഇഞ്ചുറി ആണല്ലോ. സുരേഷ് ഗോപി ചെറിയ ക്ഷീണത്തിലാണ്. അങ്ങനെ പറയാം. അപ്പൊ എന്തായാലും നമുക്ക് ഇത്രയും സ്റ്റാർ ബാക്ക്ഡ് ആയ ഒരു ടീം എനിക്കറിയാൻ പാടില്ല. UFC ശരിക്കും ഒരു സ്റ്റാർ ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പില്ലേ കുറെ സ്റ്റാറുകൾ ഒരുമിച്ച് തന്ന് എല്ലാവരും അണ്ണാക്കിൽ തള്ളി കൊടുത്തിരിക്കുകയാണ്. ഡാനാവൈറ്റും ഹണ്ടർവൈറ്റും സ്റ്റാറുകൾ UFC കുറഞ്ഞെന്ന് പറഞ്ഞ എല്ലാ പൂണ്ടം എഡീനെ പോലത്തെ ആൾക്കാർക്കും നല്ല മറുപടി ഡാന തിക്കി നിറച്ച് അണ്ണാക്കിൽ കൊടുത്തിരിക്കുകയാണ് ഗൈസ്. അതും 3 കൊല്ലം മുമ്പത്തെ ഈ ഡിവിഷനിലെ അവസ്ഥ അല്ല. ടോപ്പ് 10 മൊത്തത്തിലങ്ങോട്ട് മാറി. പ്രവാസിയായ മോൻ നാട്ടിൽ തിരിച്ചു വന്നിട്ട് പഴയ വീട് മോഡിഫിക്കേറ്റ് ചെയ്തിട്ട് പുതിയ മൂടാക്കൂലേ? നമ്മുടെ ഇപ്പോഴത്തെ അബിയുടെ വീട് ചെയ്തേക്കണ പോലെ വേറെ പൊളി മൂഡ്. എന്താണ് വെറുതെ റിവൈവ് ചെയ്തെടുത്ത് ഞങ്ങൾ വിഷമിച്ചിരിക്കുക. അത് മാത്രമല്ല അതിനു മുമ്പത്തെ ആഴ്ച ഡാന കുറെ മാച്ചപ്സും തന്ന്. അപ്പൊ അലക്സ് പെരേര പോയല്ലോ, കോണർ വന്നില്ലല്ലോ, കബീബ് പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കണവന്മാരുടെ അടുത്തൊക്കെ എന്നാ പിടിച്ചോ ഇലിയ ചാൾസ്, പിന്നെ ഉസ്മാൻ ബക്ലി, പിന്നെ അത് വേണമെങ്കിൽ നിനക്ക് എന്റെ 1 ഡിവിഷൻ മാത്രം കുറച്ചു നേരം നോക്കിയിരിക്കും ടോപ്പ് 10 റാങ്കിങ്, എന്നിട്ട് ആസ്വദിക്ക്. ഡാന വെറുതെ മനസ്സിലായ പാചകം ചെയ്തു അണ്ണാക്കിൽ. അത് മറ്റേ ഈ 3-1 കൂടി അനൗൺസ് ചെയ്തപ്പോഴേക്കും എൻ്റെ അമ്മോ, ഞാനത് ഡേറ്റ് നമ്മള് ഉറപ്പായിരുന്നല്ല. ഹംസത്തിന് അടുത്തത് കൊടുക്കുന്നു ഉറപ്പായിരുന്നു. കാരണം സ്ട്രിക്ലൻഡ് DDP 2 എന്നതിന് മുമ്പേ തന്നെ ഹംസത്തിന് അടുത്ത ടൈറ്റിൽ ഷോട്ട് കൊടുക്കുന്നു പറഞ്ഞു. അപ്പൊ ഡേറ്റ് ഒന്ന് അനൗൺസ് ചെയ്യാൻ വേണ്ടി കാത്തുന്നത്. ഇപ്പൊ അനൗൺസ് ചെയ്ത് ഇപ്പോഴാണെങ്കിൽ എന്തൊക്കെ ട്വീറ്റാ നടക്കണേ. ആദ്യം അതൊക്കെ അത് പിന്നെ പറയാം, അത് ആ സെക്ഷനിൽ പറയാം. ഇന്ന് വെൽട്ടർവെയ്റ്റിന്റെ കാര്യം പറഞ്ഞു തീർക്കട്ടെ ഗൈസ്. അപ്പൊ ജസ്റ്റ് വെൽട്ടർവെയ്റ്റിന്റെ എല്ലാവരുടെയും കാര്യം പറയാനുണ്ടോ ഒന്ന് ആലോചിച്ചോക്കെ. സീൻ ബ്രേഡി, ഷൗക്കത്ത്, ബലാലി, ലിയോണ നമ്മ പറയണം ഫോർമർ ചാമ്പല്ലേ, ഉസ്മാൻ, എന്തൊക്കെയാടാ, ഇസ്ലാം, ഇനി ആരാണ് ഉള്ളത്? ഷൗക്കത്ത്, പിന്നെ കാർലസ് പ്രാറ്റോസ്, മാർലനൊക്കെ എന്ത് ബേൺസിനെ ഒരുമാതിരി 185 കൊണ്ടുള്ള ആളെ പോലുള്ള എനിക്കാളെ ഫീൽ ചെയ്താ. ഒരുമാതിരി എന്തൊക്കെയാണ് നടക്കണം. ഇപ്പൊ നമ്മ പഠിച്ച ക്ലാസ്സിൽ ഒരു ലുക്കുള്ള പെണ്ണ് പോലും ഇല്ലെന്ന്. പഠിക്കാൻ പോണ ക്ലാസ്സിൽ ലുക്കുള്ള പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. ആ മൂടായി പോയി. അപ്പൊ നമുക്ക് കോൺഫിഡൻസ് ആരും മുഖത്തോട്ട് നോക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയൊക്കെ വരുമ്പോ. ആ മൂടിപ്പ എന്താണ് ഓവർ അബണ്ടൻസ്. എല്ലാ ദാരിദ്ര്യം ഉണ്ടെങ്കിലും 170 മാത്രം ആലോചിച്ചാൽ മതി. എനിക്കറിയില്ല, എനിക്ക് പറയാൻ വാക്കുകളില്ല. ഞാൻ ഈ പറഞ്ഞ ഓരോ ആൾക്കാരെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അവരുടെ പറയാൻ കഥ പറയണമെങ്കിൽ 1 മണിക്കൂർ വീഡിയോ തന്നെ വേണം. ഇവർക്ക് ഈ 170 ഡിവിഷൻ വെച്ച് മാത്രം പേപ്പർ വ്യൂ മെയിൻ ഇവന്റ്സ് ആയിട്ട് ഒരു 5-6 കാർട്ടൂണായി കൊണ്ടുപോകാം. അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കണ്. ഇപ്പൊ അലക്സ് വിചാരിക്കണോ ഞാൻ മാറി എന്നിട്ട് ഇനിയിപ്പോ വലിയ കുറച്ച് ഡാനയുടെ കോളൊക്കെ ഒന്ന് എടുത്തേക്കാം, ഇന്നലെ കട്ട് ചെയ്ത 100ന്റെ കോളൊക്കെ ഒന്ന് എടുത്തേക്കാം, മെസ്സേജിനൊക്കെ ഒന്ന് റിയാക്ഷനൊക്കെ കൊടുത്ത് തംസപ്പ് ഒക്കെ കൊടുക്കും കംസത്ത്. കാരണം കംസത്തല്ലട്ടാ അലക്സ്, കാരണം കുറെ പേരെ കിട്ടിയെന്ന് ഇപ്പൊ മനസ്സിലായി. പണ്ട് ലൈറ്റ് വെയിറ്റ് ഡിവിഷൻ പറയുന്നില്ല മോസ്റ്റ് സ്റ്റാക്ഡ് ഡിവിഷൻ. ഇനിയിപ്പൊ പയ്യെ മാറി അതിന് വെൽട്ടർ വെയിറ്റ് പറഞ്ഞു തുടങ്ങേണ്ട സമയമായി. എല്ലാവരും അതും ഈ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ലൈറ്റ് വെയിറ്റ് ഡിവിഷൻ കുറച്ചും കൂടി ഏജ്ഡ് ആയി തന്നെയാണല്ലോ. ഈ വെൽട്ടർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം പ്രൈം തൊട്ടില്ല ആ ഒരു ഇതിലല്ലേ നിൽക്കണം. ഞാനിപ്പോ പറയാൻ പോണ പണ്ട് കേട്ട് കഥകളിലെ ഒരു കഥ വെച്ചുള്ള ഒരു ലോജിക്കിലൂടെയുള്ള ഇതാണ്ടാ. അപ്പൊ പണ്ട് നാഗവള്ളിയിലെ മറ്റേ KPCയുടെ അടുത്ത് പറയൂലേ, പണ്ട് തെക്കനിയിൽ ഒരു മാപ്പനുണ്ടായി, അവര് നാഗവല്ലിനെ കൊണ്ട് താമസിപ്പിച്ച് ഡാൻസ് ചെയ്യിപ്പിച്ചു. അതേപോലെ പണ്ട് 170 വിട്ടുപോയ ഒരു താരരാജാവ് ഉണ്ടായി. 5-6 പ്രാവശ്യം 170 മേക്ക് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞുകൊണ്ട് മാത്രം കട്ടിങ് നിർത്തിയ ഒരാള്. സപ്പോസ് ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ഗ്രേറ്റസ്റ്റ് ഡോക്ടറിനെ വെച്ച് കംസത്ത് 170 തിരിച്ചു വന്നെന്ന് വെച്ചോ,
കംസത്ത് ആൻഡ് ഇസ്ലാം മാച്ച് വിൽ ഫീഡ് ജനറേഷൻ ഓഫ് ഇസ്ലാംസ് ഫാമിലി ആൻഡ് ജനറേഷൻ ഓഫ് കംസത്ത് ഫാമിലി. അതൊക്കെ എനിക്ക് ചിന്തിക്കാൻ ഒരു അറ്റാക്ക് അയ്യോ അത് പറഞ്ഞു. ആ കംസത്ത് തിരിച്ചെങ്ങാണ്ട് വന്നാൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്താണ് നടക്കാൻ പോണേന്ന്. മര്യാദക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വാറിൽ ഒരു ആറ്റം ബോംബ് റഷ്യൻ 100 ടൺ ആറ്റം ബോംബ് പൊട്ടിച്ച പോലത്തെ മൂടായിരിക്കും. ഇതും കൂടിയൊക്കെ എനിക്കില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ പണ്ട് തെക്കനിയിലെ നാഗവല്ലിയുടെ കഥ അല്ലിക്ക് പറഞ്ഞു കൊടുത്ത KP ലളിതനെ പോലെ ഞാൻ ഒരു ലോജിക്കലി പറഞ്ഞതേ ഉള്ളൂ. ഇമ്പോസിബിൾ ടാസ്ക് ഒന്നും അല്ല, മനസ്സിലായ? ഇമ്പോസിബിൾ ഒന്നും അല്ല. പ്രൊജക്ട് കംസപ്റ്റ് 3 ഡിവിഷൻ ജാം. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന കംസത്തിന് 3 ഡിവിഷൻ ജാം ആവാൻ പറ്റും. പിന്നെ ഒരു ടൈം ലൈൻ ബാക്കിലോട്ട് പോയ കംസത്തിന് 3 ഡിവിഷൻ ജാം ആവാൻ പറ്റിയ ടൈം ലൈൻ ഉണ്ടായി. ലിയോൺ ജാമ്പായിരുന്ന സമയത്തും 185 അലക്സ് പെരേര ജാമ്പായിരുന്ന സമയത്തും 205 ജിറി ജാമ്പായിരുന്ന സമയത്തും പറ്റുമായിരുന്നു. ഞാൻ പറഞ്ഞാണ് ഇങ്ങനെ നമുക്ക് എക്സാമ്പിളിൽ പോലും പറയാൻ പറ്റിയ ഒരാളാണ് കംസത്ത്. വേറെ ആൾക്കാരൊന്നും ഇല്ല നമ്മൾ തപ്പിത്തറഞ്ഞ് നോക്കി കഴിയുമ്പോൾ. പിന്നെ ഇലിയനെ കൂട്ടി ഗ്യാസ് ലൈറ്റ് ചെയ്ത് പറയേണ്ടി വരും പൊട്ടിപ്പോകും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു പോസിബിലിറ്റി തുറന്നു പറയുകയാണ്. ഇതും കൂടി ഒക്കെ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലായി UFC ബിരിയാണി മന്തിയും വർഷങ്ങളോളം കുക്ക് ചെയ്യാനുള്ള പ്രൊഡക്റ്റ് ഉണ്ട് ഓൾറെഡി. ഇസ്ലാം ഇലിയായിട്ട് വെൽട്ടർ വെയിറ്റിൽ ഫൈറ്റ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. ഇസ്ലാം ഹംസത്തിനെ വെൽട്ടർ വെയിറ്റിൽ ഫൈറ്റ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. രണ്ടും ഞാൻ പറഞ്ഞു, രണ്ടും ഫാർ ഫെച്ച്ഡാണ്. ഞാനിപ്പോൾ ആഗ്രഹിക്കണ പോലെയാണ്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം ഇലിയ ചാൾസിൽ എന്തായാലും ഉറക്കിയിട്ട് പാട്ടുപാടി ഉറക്കിയിട്ട് 2-3 ഡിഫൻസ് ചെയ്ത് എല്ലാ ഫൈറ്റും ഫസ്റ്റ് റൗണ്ട് കയറുന്നൊക്കെ വിചാരിച്ചോ. കാരണം നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, വെയിറ്റ് കട്ട് എന്ന ഡിഫിക്കൽട്ട് പ്രോസസ് ഇല്ലാണ്ട് എന്ന് വെച്ചാൽ എൻട്രൻസ് എഴുതാണ്ട് കോളേജിൽ അഡ്മിഷൻ കിട്ടൂലേ, ആ മൂഡ് ഇലിയ വന്നത് ഫുൾ പവറോടെ. ഇലിയുടെ പവർ ഇലിയൊക്കെ തന്നെ പേടിയാവുമെന്ന് പറയണം. മനസ്സിലായി? ചെറിയ പവറിന് ആൾക്കാർ വീശും. ഇവിടെ കൂടി കാറ്റൊക്കെ പോകേണ്ട സീനുണ്ട്, സ്പാറിന് എനിക്ക് മനസ്സിലാവും. ആ മൂടാണ് നടക്കാൻ പോണം. അപ്പൊ ആ ഒരു ഇലിയ 2 പേര് തോപ്പിച്ച് അർമാനെ ഉറക്കി വേറെ ആരെ ജസ്റ്റിനെ ഒക്കെ ഉറക്കി കഴിഞ്ഞാൽ ഈ ഇസ്ലാം എനിക്കറിയില്ല 170 എങ്ങനെയാണ് ജയിച്ചു കണ്ടിന്യൂ ചെയ്യാൻ പോണെന്ന്. ഇസ്ലാം ജയിച്ചെന്ന് വെച്ചോ. അപ്പൊ ലോകത്തെ ഏറ്റവും വലിയ ഡിമാൻഡാണ് കോണർ കബീബ് നറേറ്റീവ് പുഷ് ചെയ്തോലെ എല്ലാവരും സമരം ചെയ്യും, പെറ്റീഷനൊക്കെ ഒപ്പുവെക്കും, ഞങ്ങൾക്ക് ഈ ഫൈറ്റ് വേണം. അങ്ങനെ ഒരു വേൾഡിൽ ഇത് നടക്കാൻ സാധ്യതയുണ്ട്. അതാണ് കംസത്ത് 170 തിരിച്ചു വന്നിട്ട് നടക്കാനാണെങ്കിൽ കൂടുതൽ സാധ്യത. കാരണം ഇലിയായിട്ട് പോലും ഫൈറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞ കംസത്തായിട്ട് ഇസ്ലാമിനോട് ഫൈറ്റ് ചെയ്യാൻ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല മച്ചാനെ. അല്ല, ഈ വെൽട്ടർ വെയിറ്റിൽ ഇനിയിപ്പോ ഇതിപ്പോ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ് ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവണം 170. ഗിച്ചു പണ്ടായിരുന്നു വെൽട്ടർ വെയിറ്റ്, ഇപ്പൊ വാൾട്ടർ വൈറ്റ് ആണ്. കാരണം ഗോട്ടഡ് ആണ്. നമ്മൾ ഗോട്ടഡ് തിങ്സിനെ പറ്റി സംസാരിക്കണം. അപ്പൊ വാൾട്ടർ വൈറ്റ് എന്ന് പറഞ്ഞാൽ ഇനി തുടങ്ങി. കാരണം വി ആർ ദ ഗോട്ടഡ് വൺസ്. വാൾട്ടർ വെയിറ്റ് ഇപ്പൊ മൊട്ടയൊക്കെ അടിച്ച് മറ്റേ നമ്മളെ സീരീസിൽ ആ സെക്കൻഡ് സ്റ്റേ ഔട്ട് ഓഫ് മൈ ടെറിട്ടറി ഡയലോഗ് ഓർമ്മയുണ്ട? സ്റ്റേ ഔട്ട് ഓഫ് മൈ ടെറിട്ടറി എന്ന് പറഞ്ഞ ഡയലോഗ് ഓർമ്മയുണ്ട? ഒരുത്തൻ പർച്ചേസ് ചെയ്ത് പോണവന്റെ എടുത്തോട്ട് ആ മൂടാണ് ഇപ്പൊ നമ്മുടെ ഡിവിഷൻ. ഇപ്പൊ എല്ലാവരും പറയണ സെയിം മൈ നെയിം എന്ന് പറഞ്ഞോണ്ടിരിക്കണ എല്ലാവരും. ആ ഒരവസ്ഥയായി. ഇവര് നിങ്ങൊന്ന് ആലോചിച്ച് നോക്കിയേ, ബക്ലി ഉസ്മാനെ തോപ്പിച്ചു കഴിഞ്ഞാ എൻഡ് ഓഫ് ആൻ ഇറൈ. മനസ്സിലായ? പണ്ടത്തെ അപ്പൂമാര് എൻ്റെ അപ്പൂമ്മ എല്ലാരും മരിച്ചെന്ന് പറയില്ല, അതേപോലെ ഓൾഡ് പീപ്പിളൊക്കെ പോയി. പിന്നെ പുതിയ പിള്ളേര് കോളേജ് ഊട് എൻ്റെ പൊന്നു എനിക്കറിയില്ല. എനിക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു ഞാൻ അത്ര എക്സൈറ്റഡ് ആണ്. ശരിക്കും സത്യമായിട്ടും എക്സൈറ്റഡ് ആണ്. അല്ല, ഇതിപ്പോ മറ്റേ അഡ്രസ് ചെയ്യാണ്ടിരിക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ വാൾട്ടർ വൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മറ്റേ പീക്കാണ് ഇപ്പൊ ഇത്. ഇപ്പൊ കുറച്ച് നാൾ എനിക്കൊണ്ട് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് വെൽട്ടർ വെയിറ്റ് ഇത്രയും അടിപൊളിയായിട്ടില്ല എന്ന് തോന്നുന്നു. എടാ നീ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടല്ലേ ഇത്ര നാൾ എനിക്ക് ഡൗട്ട് ഉണ്ടായി. 135 ഡിവിഷൻ പീക്കായി, 155 പീക്കിംഗ് ആണ്. പിക്ടോഗ്രാം പോലെ അവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും. പക്ഷേ ഇതൊരുമാതിരി സ്റ്റേറ്റ്മെന്റ് ആയി പോയി. എഡി ഹേൺ പറഞ്ഞോട് പിടിച്ചോ പറഞ്ഞ പോലെ പോയി. എനിക്ക് എഡി ഹേണായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ അവസരമില്ല. അല്ലെങ്കിൽ ഹവാരി ഐ തിങ്ക് ഹി വിൽ സർവസ് വെൽ ഇൻ ബിഹൈൻഡ് ദ സീൻസ് എന്ന് വിശ്വസിക്കുന്നു. ഓൽഹേ ലവാനി കോട്ട്. പിന്നെ എന്താണ് ഇനി? പിന്നെ പറഞ്ഞോ എനിക്കറിയാം നീ എന്ത് പറയാനാണ് ആ ട്വീറ്റിനെ പറ്റി പറഞ്ഞോ. ട്വീറ്റ് നമ്മുടെ DDP ശരിക്കും പറഞ്ഞ കൊല്ലണല്ലേ. എന്ത് ഒരു അൺഫിൽറ്റേഡ് മറ്റേ ലൈനില്ല. ഒരു മറ്റേ ഡ്രോ ദ ലൈൻ എന്ന് പറയാനായിട്ട് ലൈനില്ല പുള്ളിക്ക്. നീ പറഞ്ഞ കറക്റ്റ് കേട്ടോ. എടാ
എനിക്ക് പക്ഷെ പറയാനല്ലേ, കംസത്ത് വലിയ ട്രാഷ് ടോക്ക് ആണെന്ന് പറഞ്ഞ് 2 ദിവസം ചിന്തിച്ചൊരു കാര്യം കൊണ്ടുവരും. DDP ഇല്ലേ, പോടാ പോയി തരത്തി പോയി കളിക്കടാ. ആ പടത്തിൽ മറ്റേ ഇപ്പൊ സലീം കുമാറിനോട് പറയില്ലേ നമ്മുടെ മറ്റേ ചെക്കൻ, അതേപോലത്തെ മൂഡ്. അത് മാത്രമല്ല, ഇന്ന് DDP എടുത്ത് DDP കംസത്തിനോട് പറയണേ, നിന്റെ അപ്പനും നിന്റെ മൂത്ത ചേട്ടനും ഒന്നല്ലേടാ മോനെ എന്ന്. ദൈവമേ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരാളെ ഓപ്പണിൽ കൂളായിട്ട് ചിരിച്ച മുഖത്തോടെ പറയുന്നത് കാണുന്നത് എൻ്റെ പോലെ. അത് മാത്രമല്ല, സൈക്കോളജിക്കൽ കോഴ്സ് DDP സെൽഫായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. കാരണം DDPയുടെ ട്രാഷ് ടോക്ക് ഇവിടെയൊന്നുമല്ല. ഒരു ബ്രേവ് ഏത് പ്രൊമോഷൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ഒരുത്തന് മകനായിട്ട് ഇഷ്യൂസ് ഉണ്ടാവും, ഡിവോഴ്സ്. അപ്പോൾ അവൻ പറയാണ്, ഐ നോ യുവർ സൺ കുഡ് ഡിസേർവ് സം അറ്റൻഷൻ, ഐ സീ യു ദ കൗണ്ട് ഡൗൺ എന്ന് വെച്ചാൽ അവൻ്റെ ഫാമിലിയിലുണ്ടായ പ്രശ്നങ്ങൾ കൗണ്ട് ഡൗണിൽ കാണിച്ചു. അപ്പോൾ സ്വന്തം മോന് ഈ ഫൈറ്റർ അറ്റൻഷൻ കൊടുക്കണില്ല, അത് എക്സ്പോസ് ചെയ്ത്. അത് കേട്ടപ്പില്ല ആ ഫൈറ്റർ അപ്പം തന്നെ തോറ്റി, ഫൈറ്റിലും തോറ്റി. പിന്നെ സ്ട്രിക്ലൻഡിന് ഒരു സാധനം ത്രോ ചെയ്ത് കൊടുത്തിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് പോഡ്കാസ്റ്റിൽ പോയി കരഞ്ഞേക്കണ്. എന്നിട്ട് അടസാനിയനെ പ്രസ് കോൺഫറൻസിൽ ലൈവിൽ കരയിച്ച്. അപ്പൊ ഇനി എന്താ സംഭവിക്കാൻ പോണ? കംസത്തിന് ഫൈറ്റിന്റെ ഇടയിൽ മൊത്തം കരയിക്കോ? ഇയാൾ എവിടേക്കായി പോടാ, ആരുമില്ലേ പിടിച്ചു നിർത്താൻ? എന്താണ് ഒരു ആക്ഷനും ഒന്നുമില്ലേ? നിന്റെ അഭിപ്രായം എന്താണ് ഈ പറഞ്ഞതിനെ പറ്റി? അല്ല, ഇത് നമ്മളെ എക്സ്പെക്ട് ചെയ്തതാണ്. ഇതിപ്പോ ഈ ഫൈറ്റ് വന്നപ്പോ തന്നെ എല്ലാവർക്കും അറിയേണ്ട ഒരു സാധനം ഇതിന്റെ പ്രസ് കോൺഫറൻസ് എങ്ങനെ ഉണ്ടാവും. ആ ഒരു ഇത് ഒബ്വിയസ് ആയിട്ടുള്ള സാധനമാണ്. മറ്റേ അത് എന്തായാലും അത് നടക്കും, ഇങ്ങനത്തെ ബാക്ക് ആൻഡ് ഫോർത്ത് ഉണ്ടാവുന്നു. പക്ഷേ ഇങ്ങനെ ഫസ്റ്റ് തന്നെ ഇമാതിരി ഓൾ ഔട്ട് അറ്റാക്ക് നടത്തുമെന്ന് വിചാരിച്ചില്ല. അതാണ് സംഭവം. വാറ് തുടങ്ങുമ്പോഴേക്കും സോൾജേഴ്സ് ഫുട്ബോളേഴ്സിന്റെ വീഡിയോ പേര് തുടങ്ങണം. ഇത് ഫസ്റ്റ് ന്യൂക്ലിയർ ബോംബ് പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്ത്? അത് മാത്രമല്ല, ഇനി കതിരോവ് എത്ര മെന്റലി സ്ട്രോങ് ആയ കബീബിനെ പോലും കതിരോവ് എന്ന് പറഞ്ഞ ഡയലോഗ് പറഞ്ഞപ്പോ ഒന്നും പറയാണ്ട് വായടക്കേണ്ടി വന്നു കോർണർ പറഞ്ഞപ്പ. അപ്പൊ ഡ്രൈക്കസ് ഇതിന്റെയൊക്കെ മാസ്റ്റർ. ഡ്രൈക്കസ് കതിരോവിനെ പറ്റി അവന്റെ ചരിത്രവും, കതിരോവ് അടുത്ത് വരുമ്പോ കംസത്തിന്റെ കൈ എന്ന് പറഞ്ഞ് വിറക്കണ സാധനമൊക്കെ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ എവിടെ തന്നെ അവസാനിക്കുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കതിരോവ് ഇവിടെ വരുമെന്ന് അറിയാൻ പാടില്ല, സീനാക്കുമെന്ന് അറിയാൻ പാടില്ല. മച്ചാൻ ഇത് പൊളിറ്റിക്കലിലോട്ട് പോവും. ഒന്നാമതേ അവന്മാര് മുട്ടൻ ടെൻഷനിലിരിക്കണ എല്ലാ രാജ്യവും. അപ്പൊ ഇത് മനസ്സിലായ സിനിമ 2-3 സിനിമക്കുള്ള കഥയുണ്ട്. 3 സിനിമ ഒറ്റ പറഞ്ഞിട്ട് ഇറക്കാൻ പോണേ, കണ്ടറിയാം. അത് മാത്രമല്ല, ഇതൊരു ഭയങ്കര ഇതാണ് കിഡിലം മാച്ച് ആണെങ്കിൽ റീമാച്ച് സഡൻ ഉണ്ടാവും, അത്ര എപ്പിക്കാണെങ്കിൽ. പക്ഷെ അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം സെക്കൻഡ് റൗണ്ട് ഫിനിഷ് അല്ലെങ്കിൽ ഫൈനൽ റൗണ്ട് ഡിസിഷൻ, ഇതാണ് ഓൾമോസ്റ്റ് എല്ലാവരും പറയുന്നത്. എനിക്ക് പ്രസ് കോൺഫറൻസ് ഒന്ന് കണ്ടാൽ മതി. ഫൈറ്റ് 2 ആഴ്ച ഞാൻ വെയിറ്റ് ചെയ്യാം. എനിക്ക് പ്രസ് കോൺഫറൻസ് ഇത് കാണണം. എനിക്ക് ഇത് കാണിച്ചു താ, എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചു താ. മറ്റേലൊരു ലൈൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മറ്റേ കതിരോവിന്റെ മോനെ തൊപ്പിക്കാൻ പറ്റില്ലല്ലോ, അതേപോലെയൊക്കെ തന്നെ ആയിരിക്കും നീ എന്നുള്ള സീന. അതൊക്കെ പറയുമായിരിക്കും മിക്കവാറും. അങ്ങനെ. അയ്യോ, അത് ശരിയാണ്. നീ കതിരോവിന്റെ മോനായിട്ട് ഫൈറ്റ് ചെയ്തില്ലേ, അപ്പൊ നീ എങ്ങനെ ഇരുന്ന്? അതേപോലെ എന്നെ കൂടി ഫൈറ്റ് ചെയ്യുമ്പോൾ നീ ഇരിക്കും. നീ ഓർത്ത് വെച്ചോ, അത് കണ്ടോ, ഒരു റീപ്ലേ ഒരുങ്ങിയിരുന്നു എന്ന് പറയും. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ, കംസ ചിലപ്പോ സ്റ്റേജിലൂടെ പോയിട്ട് കിൽ എവരിബഡി ആ വിറ്റക്കറിനൊപ്പം ഉണ്ടായിരുന്ന മറ്റേ കമ്പോസ്റ്റ് ഒന്നും ആയിരിക്കൂല, അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മിക്കവാറും. എനിക്കത് തോന്നണം. ഇതുപോലെ വരുമ്പോ തന്നെ സ്റ്റേജിൽ വന്നിട്ട് AK-47 കളി വെക്കും. പറ ശരിടാ, പറ നീ പറ. ആ കൂടായിരിക്കും എനിക്ക്. Guys, I'm so MMA fan. I'm so happy to be an MMA fan right now, because right now ഇപ്പൊ കലിയുഗം പോലെയാണ്. അപ്പൊ കലിയുഗത്തിലാണ്, പക്ഷെ എന്റർടൈൻമെന്റ് ഹാപ്പിനെസ് ഉള്ള കലിയുഗം. അതെ, ഇതൊന്നും ഒന്ന് ഓഗസ്റ്റ് 16-ാം തീയതി ഒന്ന് ആയാ മതി എന്നാണ് എല്ലാവർക്കും ഇപ്പൊ. എടാ, എന്തായാലും ഇത്രയും പറഞ്ഞല്ലോ. ഒരു ഇനീഷ്യൽ പ്രഡിക്ഷൻ കൂടി പറഞ്ഞേക്ക്. ഫൈറ്റിന്റെ ചെറിയൊരു ഷോർട്ട് അനാലിസിസ്, ലോങ് അനാലിസിസ് ചെയ്യാൻ. നമ്മൾ ഷോർട്ട് അനാലിസിന്റെ രീതിയിൽ പറയാണ്ട് ഞാൻ എന്താ പറയാ, ഇവനെന്തായാലും DDP ആണ്. DDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു DDP എങ്ങനെയെങ്കിലുമൊക്കെ ജയിക്കണുണ്ട്. അപ്പൊ പിന്നെ ആ ഒരു ഇതും, പിന്നെ പക്കാ സ്ക്രിപ്റ്റ്, എല്ലാവരുടെയും മറ്റേ സ്ക്രിപ്റ്റ് ഏർലി റൗണ്ട് കംസത്ത് ഫിനിഷ്, അവസാനത്തോട്ട് പോയി കഴിഞ്ഞാൽ DDP. എനിക്ക് എന്തായാലും ഒരു 5 റൗണ്ട് കാണണം. ഈ ഉസ്മാന്റെ ഒക്കെ 3 റൗണ്ട് ഉണ്ടായ പോലെ, അപ്പൊ അത് 2 റൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്താവും എന്നറിയണ പോലെ. ഇതൊരു ഫുള്ള് ഫൈറ്റ് കണ്ടു കഴിഞ്ഞാൽ നൈസായിരിക്കും. പക്ഷെ എന്നാലും കംസത്ത് ഏർലി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പൊളി. അതാണ്, ജയിക്കണമെങ്കിൽ DDP ജയിക്കട്ടെ, അല്ലെങ്കിൽ എന്തായാലും നല്ലൊരു ഫൈറ്റ് ഉണ്ടാവും. കംസത്ത് ഏർലി ഫിനിഷ് ചെയ്താൽ നീ ലാപ്ടോപ്പ് പൊട്ടിക്കോ? എന്തിന്? ഇപ്പൊ അലക്സ് പെരേര മൂടൊന്നുമല്ല. അത് മാത്രമല്ല, ഞാൻ കാര്യം പറയട്ടെ, എനിക്ക് ഈ എനിക്ക് ഈ കംസത്ത് ജയിച്ചു കഴിഞ്ഞാൽ ഒരു 5 കൊല്ലത്തെ പ്രോമിസൊക്കെ റിലീഫായ. കാരണം ഞാൻ ഈ ഫസ്റ്റ്
ഫസ്റ്റത്തെ ഫൈറ്റ് തുടങ്ങി കംസത്ത് ചാമ്പാവോ എന്ന് പറഞ്ഞ പേരിൽ കുറേ തെറിയും അണ്ണാക്കിൽ കിട്ടിയതാണ്. ഈ കിട്ടിയ വിഴുങ്ങിയ അണ്ണാക്കിലിരിക്കുന്നതൊക്കെ ഞാൻ തുപ്പി മുഖത്തിട്ട് കാർക്കി ചൂപ്പും. കേരളത്തിലുള്ളവന്മാരുണ്ട്, ഡൽഹിയിലുള്ളവന്മാരുണ്ട്, അമേരിക്കയിലുള്ള ചിക്കാഗോയിലുള്ളവന്മാർ വരെ ഉണ്ട്. ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചേക്കണ. എനിക്കിതൊക്കെ ഒന്ന് റിലീസ് ചെയ്യണം. അപ്പൊ കംസത്ത് ജയിക്കുമ്പോൾ ലൈവ് വീഡിയോ നമ്മൾ ഇടണമെങ്കിൽ നിങ്ങൾ അന്ന് ലൈവ് വന്നാൽ നന്നായിരിക്കും. കാരണം എൻ്റെ റിയാക്ഷൻസ് ഒരുമാതിരി മനസ്സിലായ 10 ലക്ഷം ലോട്ടറി അടിച്ചവന് പിറ്റേ ദിവസം 1 കോടി ലോട്ടറി അടിച്ച അതിൻ്റെ ഇടയിൽ അറിയുന്നൊരു സന്തോഷമില്ലേ, അതായിരിക്കും. നിങ്ങൾ അത് കണ്ടറിയണം. നിങ്ങൾ ഓർത്ത് വെച്ചോ, കംസത്ത് വിശ്വസ് CDP ലൈവ് നിങ്ങൾ എൻ്റെ റിയാക്ഷൻ കണ്ടിരിക്കണം. പിന്നെ കംസത്ത് തോറ്റ അപ്പോഴും നിങ്ങൾക്ക് കാണാം. അപ്പൊ എന്തായിരിക്കും അടിച്ച ടിക്കറ്റ് ഫേക്ക് ആണെന്നാ? എന്താ സംഭവിക്കണ? ടിക്കറ്റ് ഫേക്ക് ആണ്, ലോട്ടറി ഒന്നും ഇല്ല, കോപ്പില്ല, ഒരു വയലും അപ്പോ ഉമ്പി ആ സീനായി പോയി. കരഞ്ഞു കളയാൻ ലൈവില് കരഞ്ഞു കളയാൻ ചിലപ്പാ എനിക്കൊരു വിഷമമില്ല കരയാൻ. കാരണം ഒന്നുമില്ല, ഞാൻ കാര്യം അത്രേ ഉള്ളു. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾ ഓർത്ത് വെച്ചോ, ലൈവ് നിങ്ങൾ വന്നോന്ന് കണ്ട ഒരു സംഭവം നിങ്ങൾക്ക് കാണാം. എങ്ങനെയാണ് ഈ ഫൈറ്റ് എടുക്കണ? ഒന്നാമത്തെ കാര്യം, കംസത്തിന് അത്രയും റെസ്ലിംഗ് ആളെ DDP തരം ഫേസ് ചെയ്തിട്ടില്ല. DDP അത്രയും ഓക്കോടെ അയാളെ കംസത്തിന് ഫേസ് ചെയ്തിട്ടില്ല. എങ്ങനെ പ്രിപ്പയർ ചെയ്യണം DDPക്ക് വേണ്ടി? DDPക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെങ്കിലേ മറ്റേ 10 പ്രാവശ്യം തല ഇറങ്ങൂല. എന്നിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരാളിങ്ങനെ കറങ്ങി കളിക്കൂലേ, അതേപോലെ ഇറങ്ങിയിട്ട് സ്പാർ ചെയ്യാൻ പറ്റും. കാരണം DDP ഒരു സമയത്ത് ഇവിടെ ആയിരിക്കും, ഇവിടെ ആയിരിക്കും, താൻ തുന്തരികിട്ട് തോന്നും. ഇങ്ങനെ ചാടി തിത്തരികിട്ട് തൊത്തു ചാടി ഇങ്ങനെ ഇടിക്കും. അതൊന്നും അർത്ഥം ഉണ്ടാക്കാനുള്ള, പക്ഷെ അതൊക്കെ വർക്ക് ചെയ്യും. അപ്പൊ DDPക്ക് വേണ്ടി എങ്ങനെ ഒരു സ്പാറിംഗ് പാർട്ണറെ കണ്ടുപിടിക്കുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അത് കംസത്തിന്റെ ചലഞ്ച് ആയിരിക്കും. പിന്നെ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ DDP എങ്കിൽ അവിടെ ഷൂട്ട് ചെയ്യണം. കാരണം DDP ഇവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ ഇരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ കംസത്ത് റിപ്പയർ ചെയ്ത് ഇത് എനിക്കറിയാം. ഞാൻ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ എനിക്ക് ഇതുവരെ DDPയുടെ ശൈലി മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ കിടന്ന് മെഴുകി പറയണധികം മനസ്സിലാക്കണ്ട. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലാണ്ട് മര്യാദക്ക് പറയുകയാണെങ്കിൽ എന്തായാലും ടേക്ക് ഡൗൺ ചെയ്യപ്പെടും, അറിയാം. പക്ഷേ എല്ലാവർക്കും അറിയാമല്ല കാർഡിയോ. ഡ്യൂക്കിന് മൈലേജ് ഇല്ല, കംസത്തിന് കാർഡിയോ ഇല്ല എന്ന് പറഞ്ഞ് ഡ്യൂക്ക് അലമ്പ് ബൈക്കാവോ? ഇല്ല, ബെസ്റ്റ് ബൈക്കാണ്. പക്ഷെ ആ ഫ്ലോ ഉണ്ട്. അതാണ് ഇവിടെ നടക്കണ കംസത്തിന്റെ കാര്യത്തിൽ. പക്ഷേ ഈ പ്രാവശ്യം ലങ്സ് ഇമ്മ്യൂണിറ്റിക്ക് ശേഷം 6 സർജറി കഴിഞ്ഞ് അത് കഴിഞ്ഞ് ബെറ്റർ ആണെന്നൊക്കെ പറഞ്ഞ് വന്നുണ്ട്. എല്ലാവരും പറഞ്ഞില്ല, കണ്ടറിയാം. കാർഡിയോ എങ്ങാണ്ടും ഫിക്സ് ചെയ്തിട്ടുണ്ട്. കാരണം ജിമ്മിൽ കംസത്തിനെ പറ്റി എല്ലാവരും പറഞ്ഞേക്കുന്നത് ഒരു ബ്രയൻ സ്റ്റാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഇപ്പം അയാളുടെ ഒരു കമ്പനിയുടെ CEO ആണ്. അയാൾ കഴിഞ്ഞ ആഴ്ച ഏരിയൽ ഹവാനിൽ വന്നിട്ടുണ്ട്. അയാൾ കംസത്ത് പണ്ടേ അടിയുള്ളതെന്ന് പ്രവചിച്ച ഒരാളാണ്. അയാൾ പറയണേ, ഞങ്ങൾ പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുമ്പ് ഇവൻ തുടങ്ങുന്നുണ്ട്, ഞങ്ങളുടെ പ്രാക്ടീസ് കണ്ടിട്ട് ഇവൻ നിർത്തിയിട്ടില്ല. അപ്പം അത്രയും കാർഡിയോ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ കൊറോണ എന്ന് പറഞ്ഞൊരു വേണ്ട, സെൻസറായി പോകും. വേറെ ആൾക്കാരെ പ്രവചിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ ആ വൈറസ്, ഈ കോപ്പിലെ വൈറസ് കാരണം കംസത്തിന് പറ്റിപ്പോയത്, കംസത്തിന്റെ കാർഡിയോനാണ് ബാധിച്ചത്. അത് വല്ലാത്തൊരു ചതിയായി പോയി. കാരണം എല്ലാവരും പറഞ്ഞ കംസത്തിന് കാർഡിയോ കിങ് ആണെന്നാണ്. പക്ഷെ കൊറോണയ്ക്ക് ശേഷം കാർഡിയോ ഇല്ല, കിങ്ങും ഇല്ല, ഒന്നുമില്ല. കാർഡിയോ ഇല്ല എന്ന് പറയുന്ന സംഭവമില്ലേ, പുള്ളി ഈ കാർഡിയോന് ഡൗട്ട് വന്ന സമയത്തൊക്കെ അമ്മാതിരി എക്സ്പ്ലോസീവ് ആയതുകൊണ്ടല്ലേ. അതിപ്പോ ലോകത്തെ ആരാണെങ്കിലും കാർഡിയോ ഇല്ലാണ്ട് തീർന്നു പോയില്ലേ. ഞാൻ അതും കൂടി പറയാം. മെരാബ് ഒഴിച്ച് ലോകത്ത് ആരാണെങ്കിലും അങ്ങനത്തെ പേസിൽ മെരാബ്, പ്രൈം കെയിൻ, അങ്ങനെയുള്ള DC അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ പേസ് മിക്കവന്മാരും കാർഡിയോയിൽ പോണതാണ്. പക്ഷെ കംസത്തിനെ പറ്റി ആൾക്കാർ പറഞ്ഞേക്കണം മെരാബ് ലെവൽ. കാരണം മെരാബിനെ പോലും ജിമ്മിലെ ആൾക്കാർ പറയാത്ത കാര്യമാണ് കംസത്തിനെ പറ്റി, കാർഡിയോനെ പറ്റി ആൾക്കാർ പറഞ്ഞേക്കണം. അതൊക്കെ കൊണ്ടാണ്. പിന്നെ നീ പറഞ്ഞ ശരിയാണ്, റെസ്ലിംഗ് ഹെവിയിൽ ടോണ്ടമൗണ്ട് ചെയ്യുമ്പോൾ വരും. പിന്നെ ഞാൻ ആലോചിച്ച് നോക്കണം, DDP ആയിട്ട് കംസത്ത് സ്ട്രൈക്ക് ചെയ്യാനൊന്നും പോണില്ല. DDP ആയിട്ട് കംസം എന്ത് ചെയ്യാൻ പോകണം? എനിക്കറിയാം, അള്ളി പിടിക്കും ഒക്ടോബസിനെ പോലെ. ആ ഒക്ടോബസിനെ പോലെ അള്ളി പിടിക്കുമ്പോൾ എന്താണ്, മൈലേജ് ഉണ്ടാവില്ല, ഗ്യാസ് പോവും. 3rd റൗണ്ടിൽ എണീറ്റ് നിന്നിട്ട് DDP ഒരു ടേക്ക് ഡൗൺ സ്റ്റഫ് ചെയ്തിട്ട് നടക്കുകയാണ്. നീ അപ്പോൾ ആരിക്കാണ് മൊമെന്റം കൊടുക്കാൻ പോണ? 3rd റൗണ്ടിൽ കംസത്തിന്റെ ഇനീഷ്യൽ ടേക്ക് ഡൗൺ അറ്റംപ്റ്റ് DDP സ്റ്റഫ് ചെയ്ത് ഒരു 4 മിനിറ്റ് റിമൈനിങ്ങിൽ നടക്കുന്ന എക്സ്ചേഞ്ച് ആണ്. ആരിക്കാണ് നീ മൊമെന്റം കൊടുക്കാൻ പോണ? DDPക്ക് അല്ലേ? ആ രീതിയിലാണ് എൻ്റെ ഈ ഫൈറ്റ് അനലൈസിങ്. ഞാൻ ഒടുക്കത്തെ കംസത്ത് ഫാനാണ്, ഭയങ്കര കംസത്ത് ചാമ്പ്യൻ ആവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും റിയാലിറ്റിയിലോട്ട് ഇറങ്ങി വരുമ്പോൾ എനിക്കറിയാം 3rd, 4th, 5th ഡേഞ്ചർ സോൺ ആണെന്ന് കംസത്തിന്. കാരണം DDP പ്രൂവൺ ഫയർ ഓൺ ഫൈറ്റർ ആണ്, ഓക്കോഡ് ഫൈറ്റർ ആണ്, BJJ ഉണ്ട്, റെസ്ലിംഗ് ഉണ്ട്, റിട്ടാർഡ് സ്ട്രെങ്ത് ഉണ്ട്, ഫൈറ്റ് ഐക്യു ഉണ്ട്, പ്ലോട്ട് ആർമർ ഉണ്ട്. ഇത്രയുള്ള DDPനെ ഞാൻ പേടിക്കണ്ടേ? ഞാൻ പേടിക്കും. ഈ 3ഉം 4ഉം 5ലും ഡൂഡ് ഹംസത്ത് നല്ലോണം ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഉസ്മാന്റെ ആർഗ്യുമെന്റും ബേൺസിന്റെ ആർഗ്യുമെന്റും എല്ലാം അത് കൊറേയൊക്കെ വിറ്റേക്കറിന്റെ അത് തന്നെ തള്ളിക്കളന്നുണ്ട്. നീ ഓറാക്കണ്ട കേട്ടാ. അണ്ണാക്കി തള്ളിക്കോ, അനന്നാളത്തി തള്ളല്ലേ, കുറച്ചൊക്കെ കുറക്ക് നീ. അത് ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ DDP അനോമലിയാണ്. DDP ആയിട്ട് തോറ്റു കഴിഞ്ഞാലും അത് സാധാരണ തോൽവിയൊന്നും അല്ല. DDP ആയിട്ട് തോറ്റെന്നേ പറയുള്ളൂ. അത് വേറെ കാര്യം. സിനിമ നായകനായിട്ട് മറ്റന്മാർ തോറ്റു പോകും. മറ്റേ പടത്തിൽ തുടരും പടത്തിൽ സാറ് പറയൂലേ, എടാ ഇത് എന്റെ പടോടാ, ഞാനാടാ നായകൻ. അപ്പൊ ആ മൂടാണ്. MMA ഗുരു പറഞ്ഞൊരു സാധനം ഉണ്ട് കേട്ടാ,
പുള്ളി പറഞ്ഞ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംസത്തെ എന്തായാലും ഡി ഡി പിനെ ടേക്ക് ഡൗൺ ചെയ്യുമല്ല. അപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ ആദ്യമേ തന്നെ ഡി ഡി പി അംസത്തിനെ ടേക്ക് ഡൗൺ ചെയ്യാൻ നോക്കണമെന്ന്. അപ്പൊ ഒരു ഇവൻ എന്തിനാണ് എന്നെ ടേക്ക് ഡൗൺ ചെയ്യണേ, ഇവന് മാറിപ്പോയാ അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കാൻ. നീ എന്താ മറ്റേ അങ്കമാലിയുടെ റേസിൽ പെപ്പേനെ ഇടിക്കാനായിട്ട് പെപ്പയുടെ ആദ്യം കൊച്ചു പഠിപ്പിക്കൂല. നീ ഇടി ആദ്യം വരുമ്പോ ഫസ്റ്റ് അല്ല സൈഡിലുള്ള ഇടിക്കണം. അപ്പൊ അമ്പായിരിക്കും ഇവനെതിരെ എന്നെ ഇടിക്കണേന്ന്. അപ്പൊ നീ ഇവരെ ഇടിക്കണം. അതേപോലെ കൂടാ. വേറെ കാര്യമുണ്ട്, കംസത്തിന്റെ ഡിഫെൻസീവ് റെസ്ലിംഗ് കണ്ടിട്ട് എന്റെ കിളി പറന്നിട്ട് ഇപ്പോഴും തിരിച്ചു വന്നിട്ടില്ല. എന്ത് എന്റെ പൊന്നോ, ഒഫൻസീവ് മനസ്സിലായി മരത്തിനെ ടേക്ക് ഡൗൺ ചെയ്യാൻ നോക്കണ പോലെയാണ്. അപ്പൊ കണ്ടറിയാം അതുപോലെ നമുക്ക് നോക്കാം. നീ പറഞ്ഞ ശരിയായിക്കും, ഡി ഡി പി അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ മാത്രമല്ലടാ, പ്രസ് കോൺഫറൻസിൽ എന്തോരം മെന്റലി ബ്രേക്ക് അല്ലെങ്കിൽ ആങ്കർ, ദേഷ്യം, രൗദ്രഭ്രാപം, ഭദ്രകാളി രൂപത്തിൽ വരുന്ന കംസത്താണ്, കാമാണ് അല്ലെങ്കിൽ ഡേഞ്ചറാണ്. ഐ സ്റ്റിൽ ഡോണ്ട് നോ വെൻ കംസത്ത് ഈസ് മോസ്റ്റ് ഡേഞ്ചറസ്. കാമായ കംസത്ത് എന്റെ പൊന്നോ, പക്ഷെ ദേഷ്യമുള്ള കംസത്തും കുറെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. രണ്ടും കൂടി കൂടിയുള്ളൊരു കംസത്തായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മെന്റൽ പ്രിപ്പറേഷൻ കോച്ചസ് കൊടുക്കണം. പക്ഷെ കതിരവൊക്കെ പറയുമ്പോൾ കയ്യിൽ നിന്ന് പോവല്ല, വയറ്റിൽ നിന്നും മുള്ളിയൊക്കെ പോവല്ല. അപ്പൊ എനിക്കറിയില്ല കാര്യം, ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. എനിക്കിത് അറിയില്ല ഇതെങ്ങനെ സംഭവിക്കുന്നത്. കാരണം എനിക്ക് പ്രസ് കോൺഫറൻസ് കഴിഞ്ഞാലേ കറക്റ്റ് പറയാൻ പറ്റുള്ളൂ ഒഫീഷ്യലായിട്ട്. ഈ പ്രസ് കോൺഫറൻസ് മെയിൻ്റെ സമയത്തും ഭദ്രകാളിയായിരിക്കും. എന്നിട്ട് ഫൈറ്റിന്റെ ടൈമിൽ മറ്റേ കാമൻ കമ്പോസ്ഡ് ആയിട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ വെറുതെ അടിപൊളിയായിരിക്കും. വെറുതെ കിഡിലൻസ് കഥയും. എങ്ങനെയാടാ അന്യനിലി നീ മറ്റേ ഇവൻ ക്യാരക്ടർ മറ്റേ പടത്തിനകത്ത് അവസാനം മാറൂല, 2 സെക്കൻഡിൽ മാറും. ആരൊക്കെയാണ്? റെമോ, അന്യൻ, പിന്നെ തമ്പിയ. അപ്പൊ അന്യനിന്ന് തമ്പിയിലോട്ട് ഒറ്റടിക്ക് മാറാൻ പറ്റും ഇങ്ങനെ? അണ്ടി അബ്ബിയ എന്തെങ്കിലും ആവട്ടെ. അയ്യോ 6 വയസ്സുള്ള കൊച്ചല്ല മച്ചാരെ, സോറി കേട്ടാ, ഇത് ശ്രദ്ധിക്കാം. അപ്പൊ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അമ്പീന്ന് അഞ്ഞിലോട്ട് പറഞ്ഞ സിനിമയല്ല ഇത്, രൗദ്രഭ്രാഗം വന്നിട്ട്. പിന്നെ ശരിയാണ് നീ പറഞ്ഞ, കംസത്ത് ഫൈറ്റേക്കുള്ള ആളാണ്, അറിയാല്ല, ഒരു ഡേഞ്ചർ കൊടുക്കൂല, ഷൂട്ട് ഔട്ട്. പിന്നെ നമ്മുടെ ഇവരൊക്കെ റോബോ വിട്ടേക്കർ ചോദിച്ചായിരുന്നു, ഹൗ ഡു യു സ്റ്റോപ്പ് ദാറ്റ് ദിസ് ടേക്ക് ഡൗൺ? അതൊക്കെ നമുക്ക് കണ്ടറിയാം. എങ്ങനെ ഡി ഡി പി എന്തായാലും ഡി ഡി പി ക്യാമ്പ് ചെയ്ത് അടിയിക്കിടന്നിട്ടായിരിക്കുള്ളൂ. കുറെ 60% ഓഫ് ദിസ് ക്യാമ്പ് ഡി ഡി പി അടിയിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടായിരിക്കും. അടിയിന്ന് എങ്ങനെ എസ്കേപ്പ് ചെയ്യാം, എങ്ങനെ അതായിരിക്കും. പിന്നെ ബാക്കി അവന്റെ ഡി ഡി പിയുടെ അവൻ ചെയ്യണ ആഫ്രിക്കൻ കൂടുവത്രവും അതൊക്കെ. അപ്പൊ നമുക്ക് നോക്കാം. പിന്നെ ഈ ഒരു ബിഗ് ടുപ്പൂരിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ടോണി ഫെർഗൂസൺ ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയണ്ടല്ലോ. എനിക്ക് മനസ്സിലായി എല്ലാരും ഞാൻ തമാശക്ക് ഇട്ടാണ്. ഒന്നാമത് MMA സെന്റർ എന്ന് പറഞ്ഞ സത്തേർ അക്കൗണ്ടാണ് ട്വിറ്ററില. ഞാൻ അവന്റെ പേഴ്സണൽ ഫ്രണ്ടാണ്. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ കുറെ നാട്ട് ബന്ധമുള്ള. അവൻ കഴിഞ്ഞ ദിവസം ഒരു ട്വീറ്റ് ഇട്ട് ഡാനാവൈറ്റ് വരെ വിചാരിച്ചു ഒറിജിനൽ അക്കൗണ്ടാന്ന് വെച്ചിട്ട് ഡാനാവൈറ്റ് ബുൾഷിറ്റ്. കാരണം മെരാബിന് ചോര വന്നപ്പോഴേക്കും അവൻ എടുത്തിട്ടെ മെരാബ് ചോര വന്നപ്പോൾ ഡാനാവൈറ്റ് സ്റ്റാറ്റസ് ഇട്ടേക്കണമെന്ന്. ഐ ആം ഫക്കിംഗ് ടയേർഡ് ഓഫ് ദിസ് ഗായ്. ഡാന പറഞ്ഞ് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്താ സംഭവം, MMA സെന്റർ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ ESPN ഒരു ഒഫീഷ്യൽ ട്വീറ്റ് വരെ ഞാൻ ഇറക്കി. അതിന്റെ അടിയിൽ കമന്റ് ചെയ്യാൻ വന്നേക്കണവന്മാരെ, നീ എന്താണ് ചെയിൽസോനാണാ ഗായ്സ്? ഞാൻ അതിൽ ക്യാപ്ഷനിൽ സത്തയർന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ജിഫിൽ ജോക്ക് ഫ്ലൈ ഓവർ എന്നും പറഞ്ഞ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായില്ല. ടോണി ഫെർഗസനെ വിളിച്ചു വന്നിട്ട് എന്തിനാണ്? ടോണി ഫെർഗസൻ അതൊരു ഫേക്ക് ന്യൂസ് മാത്രമാണ്. ടോണി ഫെർഗസൻ സ്വന്തം കോച്ചിനെ ത്വരിച്ച് മാറിയാണ് ഈ VIP ക്യാമ്പ് റിപ്പയർ. അതിനിടക്കാണ് വല്ലോടത്തും വലിയ നടക്കണ ടോണി ഫെർഗസൻ. അത് മാത്രമല്ല 40 വയസ്സ് കഴിഞ്ഞ് ടോണി ഫെർഗസന്റെ ക്യാമ്പ് പറയണില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇലിയറ്റിപ്പൂരെ കോച്ചായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ആരും സന്തോഷിക്കുന്നത് വേണ്ട. മാക്സോളോയുടെ ക്യാമ്പ് മൊത്തം ഇലിയുടെ സ്വന്തം വീട്ടിൽ ഒറ്റക്കാണ് ഇത്, അനിയൻ ചേട്ടനായിട്ട്. അപ്പൊ എന്നിട്ട് എന്താണ് സംഭവിച്ചെന്ന് അറിയാലോ മാക്സിന്. അതേപോലെ ഇപ്പൊ ഇലിയ സംഭവിക്കുമെന്ന് അറിയാം ചാൾസിന്. പിന്നെ ചാൾസ് കുറെയൊക്കെ പറയണ്ട് ഞാൻ ഇലിയെ ഉറക്കുമെന്ന്. മനസ്സിലായ എന്താണ്? എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, അതിനോട്ടി പറയണേ. ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഇല്ലേന്ന് ഒറ്റ 2 ആഴ്ച എനിക്ക് നിങ്ങളുടെ മുഖം കാണിക്കാൻ പറ്റൂലെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ അതാണ് എന്റെ കോൺഫിഡൻസ്. തോറ്റു കഴിഞ്ഞാലും എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും കിടന്ന് വിളമ്പിയത് എന്ന് പറയാനുള്ള കോൺഫിഡൻസും ബാക്കപ്പും എനിക്കുണ്ട്. അതെടുത്തോളം കാലം ഞാൻ ഇങ്ങനെ തന്നെ പറയും. പക്ഷെ എനിക്കുണ്ടല്ല, ഞാൻ 75% ഇലിയ ജയിക്കുന്ന എനിക്ക് തോന്നണേ. പക്ഷേ ഇനി ചാൾസ് ജയിച്ചാലും സർപ്രൈസ്ഡ് ആവേണ്ട കാര്യമുണ്ടോ? ഗ്രേറ്റസ്റ്റ് വിൻസ് ഓഫ് ചാൾസ് കരിയർ ആണ്, സർപ്രൈസ് ആവണം. എന്തുവാടേ മയത്തിലൊക്കെ പറ. ഇത്രയും ഓട്സ് എന്ത് ഷോ ആകാൻ വെച്ചേക്കണ ഓട്സ്, അതെന്ത് ഒരുമാതിരി. ചാൾസിനൊരു കുറച്ചെങ്കിലും വില കൊടുക്കണ്ടേ? എടാ ചാൾസിന്റെ ചിഹ്നിൽ നീ 100 എത്ര റേറ്റ് ചെയ്യും? അതൊക്കെ ഓക്കെ, അതെല്ലാം ഓക്കെ. ഞാൻ പറയണ നീ ഉത്തരം പറയടാ. എടാ നീ ഉത്തരം പറ, ഞാൻ പറയണേ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. നീ പറയിപ്പാ. ചാൾസ് ഹിറ്റബിൾ ആണ്, എല്ലാത്തിലും ഹിറ്റുമാവും. അപ്പൊ പിന്നെ എടാ
പോസ് നീ റേറ്റ് എനിക്ക് ജസ്റ്റ് 100 ഒരു ചിന്നിന് റേറ്റിംഗ് പറ. ഒരു 69. 69 96 കൂടിയടാ. ഞാൻ പറയാം ഒരു 49 പിടിച്ചു നീ. പിന്നെ ഇലിയയുടെ വെയിറ്റ് കട്ട് ഇല്ലാത്ത ഇലിയുടെ 155 പറഞ്ഞ നീ എന്ത് പറയും? എനിക്ക് ഓക്കെ ഇതെല്ലാം ശരിയാണ്, പക്ഷേ ഞാൻ പറയട്ടെടാ ഒരു കാര്യം കൂടി പറയട്ടെ. എന്തുകൊണ്ടാണ് ബെറ്റ് മേക്കേഴ്സ് ഇങ്ങനെ വെച്ചേക്കണെന്ന് കേക്ക്. ഇലിയനെ അത്ര കോൺഫിഡൻസിൽ ആൾക്കാർ ബെറ്റ് ചെയ്യും, ചാൾസിലും കുറെ പേര് ബെറ്റ് ചെയ്യും. ബെറ്റേഴ്സ് ഈ ഇവന്റ് ഒരുപാട് പൈസ ഉണ്ടാക്കും. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ബെറ്റേഴ്സ് ഈ ഇവന്റ് ഒരുപാട് പൈസ ഉണ്ടാക്കും. കാരണം ചാൾസിൽ കുറെ പേര് ബെറ്റ് ചെയ്യും, കാരണം അത്ര ഫേവറബിൾ ആണ്. എന്ന് വെച്ചാൽ മൈനസ് ആണ്, എതിരാണ്. ഇലിയക്ക് എത്രയാണ്? ഇലിയ എത്ര? +300 +200 ഇലിയ -400 മൈനസ് എന്നല്ല, സോറി -400. അപ്പൊ അറിയാല്ല 400 രൂപ പറ്റിയതായി 100 രൂപ കിട്ടുള്ളൂ എക്സ്ട്രാ. അപ്പൊ പക്ഷെ ഇലിയ അത്ര കോൺഫിഡൻസ് ആൾക്കാർ ബെറ്റ് ചെയ്യും. അപ്പൊ മനസ്സിലായ, ബെറ്റേഴ്സ് ഈ ഓട്സ് കാരണം രക്ഷപ്പെട്ട് പൊളിച്ച്. അത് വെറുതെ അവർ ഇട്ടതുമല്ല, അതിന് കാരണവുമുണ്ട്. ഇത്രയും കൊടുക്കണ്ടായിരുന്നു, എന്നാലും കാരണമുണ്ട്. നല്ലൊരു കളിയാണ് അവർ കളിച്ചേക്കണം. അവർ പൈസ വാരും മോനെ. പിന്നെ ഒരു ഇവന്റ് ഇനിയിപ്പോ അടുത്ത പേപ്പർ വ്യൂ ഇവന്റ് ഉണ്ട്, പക്ഷെ അതത്ര വലിയ ബിൽഡപ്പ് ഒന്നും വന്നില്ല. മെറാബ് ഷോൺ പോടാ. എനിക്ക് ഇഷ്ടമുണ്ട്, കാരണം മെരാബിന്റെ ഫാൻ ഞാൻ പയ്യ ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് മെരാബ് ഇന്നൊരു വീഡിയോ ഇറക്കാനുണ്ട്, ആഷ്ടൻ കണ്ടവർ ഓടാ. മെരാബ് കൊള്ള. എനിക്ക് മെരാബിന്റെ ക്യാരക്ടറോട് ഇഷ്ടമുണ്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എനിക്കറിയാം പൊതുവെ എല്ലായിരിക്കും. പിന്നെ സീൻ എന്ന് പറഞ്ഞാൽ ഈ ക്യാമ്പിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി റോക്കി 4 റോക്കി റഷ്യയിലോട്ട് പോയിട്ടൊരു ക്യാമ്പ് ചെയ്യും. ബോക്സിംഗ് പടം കണ്ടിട്ടുണ്ടാക്കി, മിക്കവാറും കണ്ടിട്ടുണ്ടാവില്ല. റോക്കി എന്ന് പറഞ്ഞൊരു ബോക്സിംഗ് പടം. അതിനകത്ത് 4 ഒരു ക്യാമ്പ് ചെയ്യാൻ വേണ്ടി പോകും. ഐവൻ ഡ്രാക്കോനെ തോപ്പിക്കണം. 3 തോന്നുന്നു, സോറി. ആ മൂടാണ് സീൻ. അത്ര ലെങ്ത്, 6 മാസമായിട്ട് വെള്ളോടിയില്ല, വലിയില്ല, ഇകളില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ സെൽഫ് വർക്ക് പോലും ഇല്ലെന്നാ പറയണം. അപ്പൊ നമുക്ക് കണ്ടറിയാം, അങ്ങനെയൊക്കെ വരുന്ന ഒരാൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത് പ്യുവർ കാരണം അറിയാം സീൻ തോറ്റു കഴിഞ്ഞാൽ പിന്നെ അവർ തൊടാൻ പോണില്ല. ലാസ്റ്റ് അറ്റംപ്റ്റാ ഡു ഓർ ഡൈ ഫോർ സീനാണ്. അപ്പൊ ഒരാള് സീൻ്റെ 100% ഗീവ് ചെയ്യുന്ന സീൻ അൺലിമിറ്റഡ് കാർഡിയോയ മെരാബായിട്ടുള്ള ഫൈറ്റ് കണ്ടാം. അതിനെപ്പറ്റി സെപ്പറേറ്റ് വീഡിയോ നമുക്ക് ചെയ്യാം, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇതില് മൈറ്റി മൂസ് ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ ഷോണോമാലിയുടെ ക്യാമ്പിൽ. പിന്നെ കുറച്ച് ചെറിയൊരു എക്സ്ക്യൂസ് ഫാക്ടർ ഒക്കെ ഉണ്ട് ഫസ്റ്റ് ഫൈറ്റിൽ. ഷോണോമാലിയുടെ ബാക്ക് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഫൈറ്റിൽ. അപ്പൊ ഈ ഫൈറ്റ് പിന്നെ 25 മിനിറ്റ് എന്തായാലും ഉണ്ടാവും. മെറാബ് ഒരിക്കലും ഫിനിഷ് ചെയ്യൂല. അപ്പൊ 25 മിനിറ്റ് ഉണ്ട് ആ റൈറ്റ് ഹാൻഡ് ലാൻഡ് ചെയ്യാൻ. കഴിഞ്ഞ ഫൈറ്റിന് 25 മിനിറ്റ് ഉണ്ടായി റൈറ്റ് ഹാൻഡ് ലാൻഡ് ചെയ്യാൻ. അല്ല, ഇപ്പൊ 50 മിനിറ്റ് ആയി. കുറച്ചും കൂടി റേറ്റ് കൂടിയില്ലേ? അപ്പൊ മനസ്സിലായ, സെക്ഷലി അസോൾട്ട് ചെയ്യപ്പെട്ട്, ലവ് ചെയ്യപ്പെട്ട്, സെക്ഷലി ഡിറ്റെയിൻ ചെയ്ത് മെരാബ് 10 വർഷം ഉമ്മ വെച്ച്. ഇനി എന്തൊക്കെയാണ് മെരാബ്? ഇനി നിനക്ക് അതിന്റെ അപ്പുറം കാണണമല്ലേ? മനസ്സിലാക്കിച്ചു ഇതിന്റെ ഉള്ളിലായത്. മറ്റേ മ്യൂസിക് കിട്ടോ, ഗിച്ചന്റെ ഇന്നർ പ്രൊജക്ഷനാണ് ഇപ്പൊ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു. കുഴപ്പമില്ല. ഞാൻ ഈ മെസ്സി ഫാൻ എന്ന് പറഞ്ഞ് തല്ലുപിടിക്കുന്നില്ല. എനിക്ക് വയ്യ മെസ്സി ഫാൻ്റെ കമന്റ് കേട്ട് തെറിയാക്കാൻ. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എന്തായാലും മെസ്സി ഫാൻ ഉണ്ടായി അത് പറഞ്ഞത്. അത് പിന്നെ പറയാനുള്ളത് എന്താണ്, അവര് പിന്നെ പറയാ, നീ പറഞ്ഞ പോലെ ബാക്ക് ഇഞ്ചുറി ആണെന്ന് പറഞ്ഞില്ല. പക്ഷേ പീറ്റർ യാനായിട്ടും കുറെ പക്ഷേ പീറ്റർ യാൻ ഇഷ്ടമുള്ള സമയത്തൊക്കെ ടേക്ക് ഡൗൺ ചെയ്ത് കളിച്ച ഒരാളാണ് ഷീനോമാലി എന്നൊരു ഇതിലാണ് ഞാൻ അനലൈസ് ചെയ്യുന്നത്. ടേക്ക് ഡൗൺ ഇപ്പം മെരാബിനെ കൂടി ലൈഫ് ലോങ് റിസർവ് മെരാബിന് പണിയായിരിക്കും. പിന്നെ മനസ്സിലായില്ലേ, ടേക്ക് ഡൗണിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്ത ക്യാമ്പയിൽ സ്ട്രൈക്കിങ് മറന്നുപോയി. ഇനി നമുക്ക് അതുപോലെ കണ്ടറിയാം എന്താണ് ആ ഫൈറ്റ് നടക്കാൻ പോണെന്ന്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അതിന്റെ ഒഫീഷ്യലായിട്ട് നമുക്കൊരു വീഡിയോ പറയാടാ. സബ്സ്ക്രൈബ് ഇപ്പോഴും ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. ഒരു കൂട്ടുകാരനെ കൊണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യിക്കും. ഒരുത്തനെ കൊണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി അതെങ്കിലും ചെയ്യും. ഈ വേർപ്പിൽ ഫാനും ഇല്ലാണ്ടോന്നാണ് ഞാൻ ഈ കിടന്ന് പറയണം. ഇത്രയും നേരം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. എൻ്റെ എനിക്കറിയാമല്ലോ, ഞാൻ ഒത്തിരി എഫേർട്ട് എടുത്തേ പറയുള്ളൂ. അപ്പൊ ഈ തൊണ്ട എല്ലാ പ്രാവശ്യം ലൈവ് കഴിയുമ്പോൾ ഞാൻ പറയാം, ലൈവ് കഴിയുമ്പോൾ എൻ്റെ തൊണ്ട ചത്ര ഉണ്ടാവും. അത് ഞാൻ പറയണില്ലേ. ഇതാണെങ്കിൽ ഞാൻ ഇത്ര എഫേർട്ട് എടുത്ത് പറയുമ്പോൾ എൻ്റെ ഈ മോഹൻലാൽ അഭിനയിക്കുമ്പോൾ ഇത് പറയുമ്പോൾ എൻ്റെ കാല് വരെ പ്രഷറാണ്. കാരണം എൻ്റെ കൂടി അത്ര എക്സൈറ്റഡ് ആണ് എന്നെ പറ്റി പറയണം. അപ്പൊ ഞാൻ ഇത് ടയേർഡാവും. ഈ ടയേർഡ് ആയതുകൊണ്ട് ഒരു കൂട്ടുകാരനെങ്കിലും കൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യിക്കും, ഒരു കൂട്ടുകാരനെ കൂടെ ലൈക്ക് ചെയ്യിപ്പിക്കും പ്ലീസ്. ഇത് കെഞ്ചറാണ് വണ്ടാര പിടിക്കാനായിട്ട്. അടുത്ത ഇവന്റ് കൂട്ടുകാരെ വിളിച്ച് കാണിച്ചു കൊടുക്ക്, എന്നിട്ട് അവരെ കൺവേർട്ട് ചെയ്യും. MMA ഫാൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്.